വേമ്പനാട്ട് കായലിന് കുറുകെ കോട്ടയം ജില്ലയെയും ആലപ്പുഴ ജില്ലയെയും ബന്ധിപ്പിച്ചുള്ള വൈക്കം നേരേക്കടവിൽ നിന്ന് ചേർത്തല മാക്കേക്കടവിലേക്കുള്ള നേരേക്കടവ് മാക്കേക്കടവ് പാലം ഓണത്തിനു മുമ്പായി തുറക്കാനാണ് ശ്രമമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ എംഎൽഎയുമായ ഷാനിമോൾ ഉസ്മാൻ പാലത്തിന്റെ വൈക്കം ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം വിലയിരുത്താനെത്തിയതായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. 2016 പണി തുടങ്ങി 10 വർഷമായി പണിതീരാത്ത ഒരു പാലം പണിയാണ് പൂർത്തിയാകുന്നത്. LDF സർക്കാരിന്റെ അവസാന കാലത്ത് പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാക്കിയിരുന്നു. പാലം പൂർത്തിയായെങ്കിലും വൈക്കം ഭാഗത്തെ അപ്രോച്ച് റോഡ് പൂർത്തിയായിട്ടില്ല. ഇതിന്റെ നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈക്കം MLA കെ ബിനിമോൻ, ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായരും ഉൾപ്പെടെ നിർമ്മാണ ഉദ്യോഗസ്ഥരടക്കമാണ് പാലം സന്ദർശിച്ചത്. മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ കളക്ടർ നേരേക്കടവ് പാലത്തിന്റെ വർക്ക് ഇവിടെ പുരോഗമിക്കുന്നത്. അത് ഞങ്ങൾ പലതവണ ഈ വർക്കുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ വളരെ നന്നായി തന്നെ അത് എത്രയും പെട്ടെന്ന് തീരണം, ഇതുവരെ കാലതാമസം ഉണ്ടായതൊക്കെ മാറ്റിവെച്ച് ഇനി പെട്ടെന്ന് തീർക്കണം, ഓണത്തിന് മുമ്പ് ഇത് തീർക്കണമെന്നുള്ള ലക്ഷ്യബോധത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എളുപ്പം തന്നെ ഇത് തീരുമെന്ന്, ഓണത്തിന് മുമ്പ് ഞങ്ങൾക്ക് തീർക്കണം എന്നുള്ളതാണിത്. 80 ഗർഡറുകളുള്ള പാലത്തിന് 22 സ്പാനുകളാണുള്ളത്. 800 മീറ്ററാണ് പാലത്തിന്റെ നീളം. ഭൂമി ഏറ്റെടുക്കാൻ ഉൾപ്പെടെ 98.09 കോടി രൂപയായിരുന്നു ആദ്യ ഭരണാനുമതി. നിർമ്മാണം 24 മാസം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു കരാർ. എന്നാൽ സ്ഥലമെടുപ്പും കോടതി കേസുമായി പല കാരണങ്ങളാൽ നിർമ്മാണം മുടങ്ങുകയായിരുന്നു. 2024 മാർച്ചിലാണ് പുതുക്കിയ എസ്റ്റിമേറ്റുമായി വീണ്ടും പാലം പണി തുടങ്ങിയത്. ടൈം ടേബിൾ വെച്ച് പണി തീർക്കുമെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നത്. ഓണത്തിനു മുമ്പായി പാലം തുറക്കാനാണ് ശ്രമം. ഇതോടെ വൈക്കം ചേർത്തല താലൂക്കുകൾ ബന്ധപ്പെടുത്തിയുള്ള പാലം കൊച്ചിയിലേക്കുള്ള കോട്ടയംകാരുടെ യാത്ര സുഗമമാക്കി മാറ്റും. ശബരിമല തീർത്ഥാടന പാതയുടെ ഭാഗമായാണ് ഈ പാല നിർമ്മാണം നടക്കുന്നത്. എന്നാൽ വൈക്കത്ത് ഇതോടനുബന്ധിച്ചുള്ള റോഡ് നിർമ്മാണത്തെ പറ്റിയുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. റോഡിന്റെ നിർമ്മാണം എന്നത്തേക്ക് തുടങ്ങും? അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. റോഡ് എവിടെ എത്തി നിൽക്കുന്നു, അതിന്റെ പുരോഗമനമൊക്കെ വിലയിരുത്തുന്നത് ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ ശ്രമിക്കുക. ന്യൂസ് ടീം, വൈക്കം വാർത്ത.